രാഷ്ട്രീയത്തിലെ അതികായൻ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമരവീര്യത്തിന്റെയും ജനപക്ഷ രാഷ്ട്രീയത്തിന്റെയും പ്രതീകമായി മാറിയ വ്യക്തി വി.എസ്. അച്യുതാനന്ദൻ. വി.എസ്. വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം. അധികാരത്തിനപ്പുറം ജനങ്ങൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ആലപ്പുഴയിലെ പുന്നപ്രയിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്രയിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും സാധാരണ ജനങ്ങളുടെയും അവകാശങ്ങൾക്കായി അദ്ദേഹം നിരന്തരം പോരാടി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു വി.എസ്. 82-ാം വയസ്സിൽ കേരള മുഖ്യമന്ത്രി. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സുതാര്യ ഭരണത്തിനും അഴിമതിക്കെതിരായ നിലപാടുകൾക്കും അദ്ദേഹം പ്രത്യേക പ്രാധാന്യം നൽകി. ഭരണത്തിലായാലും പ്രതിപക്ഷത്തായാലും ജനകീയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി ശ്രദ്ധേയമാണ്. വി.എസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിച്ചത് സഖാവ് പി. കൃഷ്ണപിള്ളിയുടെ സ്വാധീനമായിരുന്നു. തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന ഏടായ പുന്നപ്ര വയലാർ സമരത്തിന്റെ മുന്നണിയിൽ വി.എസ്. അച്യുതാനന്ദൻ നിന്നു. 1964-ൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേർ ഇറങ്ങിപ്പോയപ്പോൾ അതിലൊരാളായി. 1980 മുതൽ 1992 വരെ 12 വർഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. 1985 മുതൽ 2009 വരെ 24 വർഷക്കാലം പോളിറ്റ് ബ്യൂറോ അംഗം. 1991 മുതൽ 1996, 2001 മുതൽ 2006, 2011 മുതൽ 2016 എന്നീ 3 കാലയളവിൽ പ്രതിപക്ഷ നേതാവായും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു. പാമോലിൻ, ലാവ്ലിൻ, ഐസ്ക്രീം പാർലർ, ഇടമലയാർ എന്നീ വിവാദ കേസുകളിൽ ഒറ്റയ്ക്ക് പോരാടി. എൻഡോസൾഫാൻ, പ്ലാച്ചിമട, കൊക്കക്കോള വിരുദ്ധ സമരം എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു. 1923 ഒക്ടോബർ 20-ന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര ഗ്രാമത്തിലാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതൻ എന്ന വി.എസിന്റെ ജനനം. വിട പറഞ്ഞ് 1 വർഷം തികയുമ്പോഴും ഇന്നും വി.എസ്. ജ്വലിക്കുന്ന ഓർമ്മയാണ്.